ഒരു അപ്പൂപ്പനും അമ്മമ്മയും കൂടെ അന്ന് ആ ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു. ആ അപ്പൂപ്പൻ വന്ന ദിവസം എന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പനെ ആ അമ്മമ്മ അവിടുന്ന് ഡോർ വഴി കൈ പിടിച്ചാണ് കയറ്റിയിരുന്നത്. 1-2 ദിവസം ഞാൻ സഹായിച്ചായിരുന്നു. രോഗശാന്തി ശുശ്രൂഷ ദിവസം ഇതേപോലെ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ അപ്പൂപ്പൻ ഇതേപോലെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ബ്രദറുടെ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് നടുവില് ഇങ്ങനെ കുരിശ് വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണുന്നത് ടെൻഷൻ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അവിടെ കൂടെ നടക്കാൻ പറഞ്ഞു. ടെൻഷൻ ബ്രദർ എത്തുന്നില്ല. അപ്പൂപ്പനാണെങ്കിൽ നാം തകർന്നു പോയി എന്ന് പലപ്പോഴും ചിന്തിക്കുക. ഇതാ ഈശോ ശിഷ്യന്മാർ ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് കടന്നു വരുന്നു. ഇതാ ശിഷ്യന്മാർ കടലോട് യാത്ര ചെയ്തപ്പോൾ കാറ്റും കോളും ഉണ്ടായി. പ്രതിസന്ധി മനസ്സിലാക്കി ഈശോ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഈശോയെ കണ്ടപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈശോ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, ഗുരു അങ്ങാണെങ്കിൽ കടൽ മീതയുടെ നടന്നു വരാൻ അനുവദിച്ചാൽ വരുന്നു. പത്രോസ് ഈശോ പറയുന്നുണ്ട്, പത്രോസ് നടന്നു ചെല്ലുന്നുണ്ട്. എത്രയോ കണക്കിന് തിരുവനന്തപുരം മരിയനാടിലുള്ള അനീഷിന്റെ തൊഴിൽ നിർത്താപ്പോടെ പറഞ്ഞു വന്നപ്പോൾ ധ്യാനം കൂടി പോയി ഇന്നപ്പോൾ 4 വള്ളങ്ങളും ആ മകനെ വളർത്തിയ കഥ. സഫാനിയ വള്ളം തിരുവനന്തപുരം പൊഴിയൂരിൽ വന്ന ചിത്തു കഥാവി അവരോർക്കുന്നു. ഒരു ഗതിയില്ലാതെ 2012 നിന്റെ സന്നിധിയിലുള്ള ധ്യാനം കൂടി ഇതിന്റെ ഫലമായി തട്ടുമണി വലിയ വന്നു അത് കൊണ്ടുപോകാനുള്ള പേഷ്യൻസിന്റെ വീട് നല്ല വീട് 2 സ്ഥലങ്ങളിൽ